പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങ് ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. നല്ല ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. എന്നെ ശ്രവിക്കുന്ന എല്ലാ മക്കളിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അങ്ങ് ചൊരിയണമേ. പാപഭംഗിലമായ ജീവിതം നയിച്ച് വിശുദ്ധിയുടെ ആനന്ദം നഷ്ടപ്പെടുത്തുന്ന ഞങ്ങൾക്ക് അനുതാപത്തിലൂടെ അത് തിരിച്ചെടുക്കാൻ സാധിക്കുമെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നു. നല്ല ദൈവമേ, പാപത്തിൽ ജീവിച്ച് ജീവിതത്തിൻ്റെ സന്തോഷമെല്ലാം നഷ്ടപ്പെടുത്തിയവരാണ് ഞങ്ങൾ. ഞങ്ങൾക്കൊരു പുതിയ ജീവിതം ആരംഭിക്കണം. ആനന്ദത്തിൻ്റെ ജീവിതം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ആവസിച്ച് അനുതാപത്തിൻ്റെ വരം ഞങ്ങൾക്ക് നൽകി പുതിയൊരു ജീവിതം ആരംഭിക്കുവാൻ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയ ദൈവമക്കളെ, ഈശോ ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ പാപപങ്കിലമായ ജീവിതത്തിൽ നിന്ന് നാം പുതിയൊരു ജീവിതം ആരംഭിക്കണമെന്ന്, പാപത്തിൻ്റെ ജീവിതം ഉപേക്ഷിക്കണമെന്ന്, വിശുദ്ധിയുടെ ജീവിതം ആരംഭിക്കണമെന്ന്, വിശുദ്ധിയുടെ ആനന്ദം അങ്ങനെ നമുക്ക് തിരിച്ചു കിട്ടണമെന്ന്. ഇന്ന് വിശുദ്ധിയുടെ ആനന്ദം നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം പാപമാണ്, പാപഭംഗിലമായ ജീവിതം നയിക്കുന്നതാണ്. അതിനാൽ ഈശോ നമ്മളോട് പറയുന്നത് അനുതപിക്കുക എന്നുള്ളതാണ്. അനുതപിക്കുമ്പോൾ തന്നെ ഈശോ നമുക്ക് രക്ഷ നൽകും. അനുതാപം എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ളൊരു കവാടമാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇറ്റ് ഈസ് എ ഗേറ്റ് വേ ടു ഹെവൻ. നമ്മൾ അനുതപിക്കുന്ന ആ നിമിഷം തന്നെ സ്വർഗ കവാടം നമ്മൾക്ക് മുന്നിൽ തുറന്നു കിട്ടും. കുച്ചറേസ്യ പറയുന്നു, ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ലിഫ്റ്റ്. ഒരു ലിഫ്റ്റ് പോലെ നമ്മൾ സ്വർഗത്തിലേക്ക് ഉയർത്തുമെന്നാണ്. ആ അനുതപിക്കുന്ന നിമിഷം തന്നെ നമുക്ക് ഈശോ രക്ഷ നൽകും. അതാണ് നമ്മൾ കുരിശിൽ കാണുന്നത്. കുരിശിൽ കിടന്നിക്കുന്ന ലൂക്കായുടെ സുവിശേഷത്തിൽ 21 അധ്യായത്തിൻ്റെ 42-41 വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്. ഈശോയുടെ വലതുവശത്ത് തറയ്ക്കപ്പെട്ട ആ കള്ളൻ, അദ്ദേഹം ഈശോയോട് പറയുന്നു, അങ്ങയുടെ രാജ്യത്തായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. അങ്ങയുടെ രാജ്യത്തായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന് ആ കള്ളൻ അനുതപിച്ചുകൊണ്ട് തൻ്റെ വിശ്വാസമേറ്റ് പറയുകയാണ്. അപ്പോൾ ഈശോ പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടി പർദീസായിലായിരിക്കും. നീ ഇന്ന് എന്നോടുകൂടി പർദീസായിലായിരിക്കും. ആ ദിവസം തന്നെ, ആ നിമിഷം തന്നെ ഈശോ അവന് രക്ഷ കൊടുക്കുകയാണ്. വാൻതുവാനെ കുറിച്ച്, കാർഡിനൽ വാൻതുവാനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വിയറ്റ്നാമിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകാലഘട്ടത്തിൽ 15 വർഷം ജയിലിൽ കിടന്ന മനുഷ്യനാണ്. 15 വർഷം ജയിലിൽ കിടന്ന വാൻതുവാൻ, ഫ്രാൻസിസ് വാൻതുവാൻ കാർഡിനൽ. ജൂബിലി വർഷത്തിൽ 2000 ആണ്ടിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ ധ്യാനം പ്രസംഗിക്കുവാനായിട്ട് വത്തിക്കാനിലേക്ക് ക്ഷണിച്ചു. വത്തിക്കാൻ കാര്യാലയത്തിലെ സകല സ്റ്റാഫ് അംഗങ്ങൾക്കും മാർപ്പാപ്പ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ധ്യാനം പ്രസംഗിച്ചത് അദ്ദേഹമാണ്. 2000 ജൂബിലി വർഷത്തിൽ ഫ്രാൻസിസ് വാൻതുവാൻ. അദ്ദേഹത്തിൻ്റെ ധ്യാനം കഴിഞ്ഞപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആ ധ്യാന ചിന്തകൾ ഒരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കാൻ പറയുന്നു. അതിൻ്റെ അകത്ത് അദ്ദേഹം അങ്ങനെ പ്രസിദ്ധീകരിച്ചു. മനോഹരമായ ഒരു പുസ്തകം, ടെസ്റ്റിമണി ഓഫ് ഹോപ്പ്. ടെസ്റ്റിമണി ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ സാക്ഷ്യം എന്ന് പറഞ്ഞൊരു പുസ്തകം, മനോഹരമായൊരു പുസ്തകമാണ്. അദ്ദേഹം അതിൽ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം വിവരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, എനിക്ക് ഈശോയെ സ്നേഹിക്കുവാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് ഈശോയുടെ ബലഹീനതകളാണെന്നാണ്. ഈശോയുടെ ബലഹീനതകളാണ്. ഈശോയ്ക്ക് ബലഹീനത ഉണ്ടായിരുന്നോ? അദ്ദേഹം പറയുന്നു, ഈശോയുടെ ബലഹീനതകളാണ് എന്നെ ഈശോയെ സ്നേഹിക്കാൻ പ്രേരിപ്പിച്ചതെന്ന്. ഒരു ബലഹീനത ഇതാണ്. പല ബലഹീനതകളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ബലഹീനത, ഈശോ ഒരു മറവിക്കാരനായിരുന്നു. ചില കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങ് മറന്നുപോകും, ആടെ മറന്നുപോകും. അങ്ങനെ ഒരു മറവിക്കാരനായിരുന്നു ഈശോ എന്ന് അദ്ദേഹം പറയുന്നു. അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഈ കുരിശിലെ ചിത്രമാണ്. അതായത് നല്ല കള്ളൻ, വലതുവശത്ത് കിടക്കുന്ന കള്ളൻ ഈശോയോട് പറയുന്നു, നിന്റെ രാജ്യത്തായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ അന്ന് വരെ അവൻ ചെയ്ത സകല പാപങ്ങളും യേശു അങ്ങ് മറന്നു.
എന്നിട്ട് യേശു പറഞ്ഞു, നീ ഇന്ന് എന്നോട് കൂടി പറുദീസയിലായിരിക്കുമെന്ന്. വാൻദ്വാൻ പറയാണ്, ഈശോയുടെ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ അദ്ദേഹം പറയുമായിരുന്നു, ഓക്കെ കൊള്ളാം, നീ മനസാന്തരപ്പെട്ടു, അതിലെനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ നീ ഇത്രയും നാളെയും പാപമൊക്കെ ചെയ്ത് ജീവിച്ചതല്ലേ, ജീവിതകാലം മുഴുവൻ നീ കട്ടു നടന്നതല്ലേ, അതുകൊണ്ട് ഒരു 20 വർഷമെങ്കിലും നീ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്ക്. അതിനുശേഷം നമുക്ക് ആലോചിക്കാം നിൻ്റെ രക്ഷയെക്കുറിച്ച്. ഇപ്പം നീ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് ഒരു 20 വർഷം നീ കിടക്കുക, ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുക, എന്നിട്ട് ചിന്തിക്കാം. പക്ഷേ ഈശോ പാടെ മറന്നു. അന്ന് വരെ ചെയ്ത അവൻ്റെ എല്ലാ പാപങ്ങളും മറന്നുകൊണ്ട് ഈശോ പറഞ്ഞു, നീ ഇന്ന് എന്നോട് കൂടി പറുദീസയിലായിരിക്കും. ദൈവമക്കളെ, ഒരു വലിയ സത്യം ഇത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഈശോയുടെ പാടുപീഡകൾ, ഈശോയുടെ സഹനം, ശാരീരികമായിട്ടും മാനസികമായിട്ടുമൊക്കെ ഈശോ സഹിച്ച ആ വേദന, അത് ചിന്തിക്കുമ്പോൾ 3 മണിക്കൂർ കുരിശിൽ തൂങ്ങിക്കിടക്കാനുള്ള ത്രാണിയൊന്നും ഈശോയ്ക്കില്ലായിരുന്നു. ഈശോ കുരിശിൽ തറച്ച ആ നിമിഷം തന്നെ, ഈശോയെ കുരിശിൽ തറച്ച ആ നിമിഷം തന്നെ ഈശോ മരിക്കുമായിരുന്നു. നമുക്കറിയാം, വേദപണ്ഡിതന്മാർ പറയുന്നതാണ്. ഇനി അതൊന്നിലേക്ക് നമുക്കറിയാം, സമാന സുവിശേഷകന്മാരെല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഈശോ ഗാഗുൽത്തായിലേക്ക് കുരിശും ചുമന്നുകൊണ്ട് പോകുമ്പോൾ പടയാളികൾ ശിമയോനെ കുരിശ് വഹിക്കാനായിട്ട് ഏൽപ്പിച്ചുവെന്ന്. എന്തിനാ? ഈശോയുടെ സഹതാപം ഉണ്ടായിട്ടാണോ? അല്ല. ഗാഗുൽത്താ മലമുകൾ വരെ ഈശോ എത്തില്ല എന്ന് അവർ വിചാരിച്ചു. അവർക്ക് സംശയം ഉണ്ടായിരുന്നു, ഇടയ്ക്ക് വെച്ച് തന്നെ ഈശോ മരിച്ചു പോകും, അപ്പോൾ ജീവനോടെ ക്രൂശിക്കാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് ഈശോയുടെ ജീവിതം, ഈശോയുടെ ആ ജീവൻ കുരിശിൽ തറയ്ക്കുന്ന ആ നിമിഷം തന്നെ മരിക്കുമായിരുന്നു. പക്ഷേ ഈശോ മരിച്ചില്ല. 3 മണിക്കൂർ നേരം കഴിഞ്ഞിട്ടാണ് ഈശോ മരിച്ചത്. എന്തുകൊണ്ടാണെന്നോ? ഈ മനുഷ്യനെ രക്ഷിക്കാനായിട്ട്. തൻ്റെ വലതുവശത്ത് കിടക്കുന്ന കള്ളൻ, അവൻ മാനസാന്തരപ്പെടും, അവൻ അനുതപിക്കും, അവൻ ഈശോയിലേക്ക് തിരിച്ചു വരുമെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. അവന് വേണ്ടി കാത്തു കിടക്കുകയാണ് 3 മണിക്കൂർ. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരാത്മാവിനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് പറഞ്ഞൊപ്പിക്കാത്ത വേദന സഹിച്ചുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ 3 മണിക്കൂർ സമയം കുരിശിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ഈശോ സഹിക്കുകയായിരുന്നു, ഒരാത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഒരാത്മാവിൻ്റെ വില എന്താണ് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഈ ജീവിതത്തിൽ നമുക്ക് ഒരാത്മാവിനെങ്കിലും രക്ഷിക്കാൻ സാധിച്ചാൽ അതല്ലേ ഏറ്റവും വലിയ നേട്ടം, അതല്ലേ ഏറ്റവും വലിയ വിശുദ്ധി എന്ന് പറയുന്നത്. ഒരു ആത്മാവിനെ രക്ഷിക്കാൻ സാധിച്ചാൽ, ഈശോ അത്രമാത്രം വേദന സഹിച്ചുകൊണ്ടാണ് ഈ ആത്മാവിനെ രക്ഷപ്പെടുത്തിയത്. 3 മണിക്കൂർ സമയം ഇത്രമാത്രം വേദന സഹിച്ചുകൊണ്ട് കുരിശിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ഈ ആത്മാവിനെ രക്ഷിച്ചു. ഇവിടെ മറ്റൊരു കാര്യം കൂടി നാം മനസ്സിലാക്കണം. ഈശോ ഈ വേദന സഹിച്ചുകൊണ്ട് തൂങ്ങിക്കിടക്കുമ്പോഴും അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നില്ല, വെയിറ്റ് ചെയ്യാണ്, കാത്തു നിൽക്കുകയാണ്. അവൻ്റെ മാനസാന്തരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്, ഇത്രമാത്രം സഹനം അനുഭവിച്ചുകൊണ്ട്. പ്രിയ ദൈവമക്കളെ, ഒരാത്മാവിൻ്റെ വിലയെന്ന് പറയുന്നത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ സാധിക്കുന്നില്ല, ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കുന്നില്ല. അവൻ അത് ഏറ്റുപറഞ്ഞു. ആ നിമിഷം തന്നെ അവന് ഈശോ രക്ഷ കൊടുക്കുകയാണ്. പിന്നീട് ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നില്ല. നീ എന്നോട് കൂടി പറുദീസയിലായിരിക്കും, നീ എന്നോട് കൂടി പറുദീസയിലായിരിക്കും. ആ നിമിഷം തന്നെ അവൻ രക്ഷ കൊടുക്കുന്നു. അതുകൊണ്ട് ഈശോയ്ക്ക് അധിക സമയമൊന്നും വേണ്ട നമ്മുടെ പാപങ്ങൾ മോചിക്കാൻ. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്ന ഏത് നിമിഷമാണോ ആ നിമിഷം ഈശോ നമ്മുടെ പാപം ക്ഷമിക്കും. അനുതപിക്കുന്ന ആ നിമിഷം, അനുതാപത്തോടുകൂടി നാം ഏറ്റുപറയുന്ന ആ നിമിഷം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും. നമ്മളെ ഉടനെ തന്നെ അവിടുന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, സ്വർഗത്തിൽ നമുക്ക് നേടിത്തരും. അതാണ് ഈശോയ്ക്ക് സമയം വേണ്ട. നമ്മൾ ചിലപ്പോഴും ചിന്തിക്കാം, ചെറിയ പാപങ്ങളൊക്കെ ഈശോ ക്ഷമിക്കും, പക്ഷെ വലിയ പാപം ഈശോ ക്ഷമിക്കുമോ? തീർച്ചയായിട്ടും നമ്മുടെ പാപം എത്ര വലുതാണെങ്കിലും ഈശോ ക്ഷമിക്കും. ഈശോ പാപത്തിൻ്റെ വലിപ്പമൊന്നും നോക്കുന്നില്ല, അനുതാപത്തിൻ്റെ ആഴമാണ് നോക്കുന്നത്. ശരിയായ അനുതാപമാണോ? പാപത്തിൻ്റെ വലിപ്പം ഒരിക്കലും അവിടുന്ന് ചിന്തിക്കുന്നില്ല. യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം നാം വായിക്കുന്നുണ്ട്. കർത്താവ് അരുളിച്ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം, നിന്റെ പാപം കടും ചുവപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെളുപ്പിക്കും, അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെണ്മയുള്ളതാക്കും. എത്രയോ പ്രതീക്ഷ നൽകുന്ന ദൈവവചനമാണ്. നിന്റെ പാപം കടും ചുവപ്പായിക്കോട്ടെ, നിന്റെ പാപം കടും ചുവപ്പാണെങ്കിലും
അത് ഞാൻ മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കും. അത് രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ ഒളി. വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. കം ലെറ്റ് us settle the matter. കം ലെറ്റ് us settle the matter. നമ്മുടെ പ്രശ്നം നമുക്ക് പരിഹരിക്കാം, നമുക്ക് രമ്യതപ്പെടാം, നീ വരൂ. കർത്താവ് ക്ഷണിക്കുകയാണ് അനുതാപത്തിലേക്ക്, എത്ര വലിയ പാപമായിക്കോട്ടെ. പ്രിയ മക്കളെ, അതുകൊണ്ട് ഒരിക്കലും ചിന്തിക്കണ്ട എൻ്റെ പാപം വലുതാണല്ലോ, അത് ക്ഷമിക്കുമോ എന്ന്. കൊച്ചുരേസ്യ പറയുന്നു, ഈ ലോകത്തിൽ മനുഷ്യർ ചെയ്യാവുന്ന എല്ലാ പാപം ഞാൻ ചെയ്താലും ഞാൻ നിരാശപ്പെടില്ല. എൻ്റെ സ്നേഹപിതാവ്, എൻ്റെ നല്ല അപ്പച്ചൻ, ഞാൻ അനുതപിച്ച എൻ്റെ പാപം ഏറ്റുപറയുന്ന ആ നിമിഷത്തിൽ തന്നെ എൻ്റെ പിതാവ് എന്നോട് ക്ഷമിക്കും. വീണ്ടും അവൾ പറയുകയാണ്, ഞാൻ യൂദാസിനെ പോലെ എൻ്റെ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാനായിട്ട് ഇടയായാൽ പോലും ഞാൻ ഒരിക്കലും നിരാശപ്പെടില്ല. ഞാൻ ചെന്ന് ആ കുരിശിൽ ആ കാലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഈശോയെ തെറ്റിപ്പോയി എന്ന് ഞാൻ പറയുമ്പോൾ ആ കുരിശിൽ നിന്ന് ആ കരങ്ങൾ എടുത്തുകൊണ്ട് എന്നെ ആശ്വസിപ്പിച്ച് പറയും, മോളെ സാരമില്ല, സാരമില്ല, ഞാൻ നിൻ്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. ഈ ലോകത്തിൽ മനുഷ്യർ ചെയ്യാവുന്ന എല്ലാ പാപം ചെയ്താലും നിരാശപ്പെടണ്ട. ഈശോ നമ്മുടെ പാപം ക്ഷമിക്കും. അനുതാപത്തോടുകൂടി നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്ന ആ നിമിഷം അവിടെ നമ്മളോട് ക്ഷമിക്കും. നമുക്കറിയാമല്ലോ, നമ്മുടെ ക്രിസ്തീയ ചരിത്രത്തിൽ എത്രയോ വലിയ പാപികൾ പിന്നീട് വലിയ വലിയ വിശുദ്ധരായിട്ട് തീർന്നു. മഗ്ദലന മറിയം വലിയ ഒരു അഭിസാരികയായിരുന്നു. അവളുടെ പേരിനോട് കൂടിയിട്ട് ഒരു ടൗണിൻ്റെ പേരും കൂടി ചേർത്ത് മഗ്ദലന മറിയം ചേർത്ത് വെച്ച് അതുപോലെ കുപ്രസിദ്ധി ആർജിച്ച ഒരു അഭിസാരിക. അവൾ മാനസാന്തരപ്പെട്ടു, വലിയൊരു വിശുദ്ധയായി. നോക്കിയേ, ഈശോ ഉദ്ധാനം ചെയ്തപ്പോൾ ഏറ്റവും ആദ്യം ദർശനം കൊടുത്തത് അവൾക്കാണ്. ഇത്രയും വലിയ പാപം ചെയ്ത് ജീവിച്ച ആ അഭിസാരികയ്ക്ക് അവളെ ഇത്രയും വലിയൊരു വിശുദ്ധിയാക്കാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചു. എങ്ങനെ? അനുതാപത്തിലൂടെ. നമുക്കറിയാം, അഗസ്തീനോസ് ഈ ലോകത്ത് മനുഷ്യൻ ചെയ്യാവുന്ന പാപങ്ങളെല്ലാം ചിന്തിക്കാൻ പറ്റില്ല, അതുപോലത്തെ എല്ലാത്തരം പാപം ചെയ്ത് ജീവിച്ചൊരു മനുഷ്യനാണ്. അവസാനം അദ്ദേഹം തിരിച്ചു വരുന്നു. ഓ സൗന്ദര്യമേ, നിത്യസൗന്ദര്യമേ, നിന്നെ അറിയുവാനായിട്ട് ഞാൻ എത്രയോ വൈകിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആ മടങ്ങി വരുന്ന, അനുതാപത്തോടു കൂടി മടങ്ങി വരുന്ന ആ അഗസ്തീനോസിനെയാണ് നമ്മൾ കാണുന്നത്. ഇഗ്നേഷ്യസ് ലയോള വലിയൊരു പട്ടാളക്കാരനായിരുന്നു, ഒരു കഠിന ഹൃദയനായുള്ളൊരു മനുഷ്യനായിരുന്നു. അങ്ങനെ അവസാനം അദ്ദേഹം യുദ്ധത്തിൽ വെച്ച് 2 കാലിലും പരിക്കേറ്റിങ്ങനെ ആശുപത്രിയിൽ മാസങ്ങളോളം നീളുന്ന ആ ആശുപത്രി ജീവിതത്തിൽ ഒത്തിരിയേറെ വിശുദ്ധരുടെ ജീവിതം അദ്ദേഹം അവിടെ കിടന്ന് വായിക്കാനിടയായി. അങ്ങനെ നീണ്ട വിശുദ്ധരുടെ ജീവിതം വായിച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരു ചിന്ത, അവന് ഒരു വിശുദ്ധനാകാമെങ്കിൽ, അവൾക്കൊരു വിശുദ്ധയാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ? അങ്ങനെ ഇന്ന് കത്തോലിക്ക സഭയിലെ വലിയൊരു വിശുദ്ധനായിട്ട് അദ്ദേഹം രൂപാന്തരപ്പെട്ടു, ഇഗ്നേഷ്യസ് ലയോള. വേറൊരു മനുഷ്യൻ, ഫ്രാൻസിസ് സേവ്യർ, പാരീസ് സർവകലാശാലയിലേക്ക് എന്നും തിടുക്കത്തിൽ യാത്രപ്പെടുന്ന ഒരു മനുഷ്യൻ, വലിയ പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന തത്വശാസ്ത്ര പ്രൊഫസർ, സ്പെയിനിലെ സേവ്യർ രാജകുടുംബത്തിൽ ജനിച്ച കുലീനനായിട്ടൊരു മനുഷ്യൻ, ആരെയും വകവയ്ക്കാതെ ആ പാണ്ഡിത്യത്തിൻ്റെ പടവുകൾ ചവിട്ടിക്കയറുന്ന ആ ഒരു മനുഷ്യൻ, ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു പണ്ഡിതൻ, പ്രശസ്തിയിലേക്ക് കൊടുമുടികൾ കയറുന്ന ഒരു പ്രൊഫസർ, തത്വശാസ്ത്ര പ്രൊഫസർ. അദ്ദേഹം അങ്ങനെ ആ പാരീസ് സർവകലാശാലയിലേക്ക് പോകുമ്പോൾ മുടന്തനായൊരു മനുഷ്യൻ ഇങ്ങനെ വന്നിരുന്ന് ആ സർവകലാശാലയത്തിൻ്റെ കവാടത്തിൽ വന്നിരുന്നിട്ട് അദ്ദേഹം കടന്നു പോകുമ്പോൾ ചോദിക്കും, ഫ്രാൻസിസ്, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ നിനക്ക് എന്ത് ഫലം? ആദ്യമൊന്നും അദ്ദേഹം മുഖവച്ചില്ല, കടന്നുപോയി. ആരോ ഒരു മുടന്തനായ മനുഷ്യൻ എന്തോ പറയുന്നു. ആരാണ് ആ മുടന്തനായ മനുഷ്യൻ? ഇഗ്നേഷ്യസ് ലയോള. അദ്ദേഹം പറയുന്നു, അദ്ദേഹം മുഖവച്ചില്ല, അദ്ദേഹം കടന്നുപോയി. പിന്നീട് അത് തൻ്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറാൻ തുടങ്ങി. കാറ്റ് തിരിച്ചു വീശാൻ തുടങ്ങി. ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ നിനക്ക് എന്ത് പ്രയോജനം? ആരെയും വകവയ്ക്കാതെ ആ പ്രശസ്തിയുടെ കൊടുമുടിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രയാണം ചെയ്ത ആ മനുഷ്യനാണ് അതിനുശേഷം ഈ ഭാരതത്തിലും ഒത്തിരിയേറെ രാജ്യങ്ങളിൽ പോയി ഈശോയെ പ്രസംഗിച്ച
ആ മഹാവിശുദ്ധനായിട്ടുള്ള ഫ്രാൻസിസ് സേവിയർ തിരുസഭ അദ്ദേഹത്തെയാണ് ഒരു എക്സാമ്പിളായിട്ട്, മോഡലായിട്ട് മറ്റുള്ളവർക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അതീഷ്ണമായിട്ടുള്ള ആ പ്രേക്ഷിത വേലകൾ. അതുകൊണ്ട് തിരുസഭ അദ്ദേഹത്തെ മിഷൻ മധ്യസ്ഥനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഭാരതത്തിൻ്റെ ദ്വിതീയ അപ്പസ്തോലൻ, അതായത് തോമാസ് ലീഗ കഴിഞ്ഞാൽ രണ്ടാമത്തെ അപ്പസ്തോലനായിട്ട് കൂടി നമ്മൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു, ഫ്രാൻസിസ് സേവിയർ. ഒരു കാലഘട്ടത്തിൽ ഈ പാപഭംഗിലമായ ലോകത്തിൻ്റെതായ ജീവിതം നയിച്ച വ്യക്തി. ഇനി മറ്റൊരു വ്യക്തി, ഈജിപ്തിലെ മേരി. സാധാരണക്കാർക്ക് ഒരുപക്ഷെ പരിചയം കുറവായിരിക്കാം ഈജിപ്തിലെ മേരി. ഈ മേരി എന്ന് പറയുന്ന സ്ത്രീ, ഈജിപ്തിലെ വിശുദ്ധ മേരി, ഈ മേരി എന്ന് പറഞ്ഞ സ്ത്രീ ഒരു വേശ്യാസ്ത്രീയായിരുന്നു. കുത്തഴിഞ്ഞ ജീവിതം നയിച്ച എല്ലാ മനുഷ്യരുമായിട്ട് കിടക്ക പങ്കിട്ട, ഈജിപ്തിലെ ആ മനുഷ്യരുമായിട്ടൊക്കെ കിടക്ക പങ്കിട്ട ഒരു വ്യക്തി. ഒരിക്കൽ ഈജിപ്തിൽ നിന്ന് ഒരു വലിയ സംഖ്യ ജനങ്ങൾ വിശുദ്ധ നാടുകൾ സന്ദർശിക്കാൻ പോവുകയാണ്. കപ്പലിൽ യാത്ര പോവുകയാണ്. ഇവളും കയറി കപ്പലിൽ. ഇവൾ യാത്ര ചെയ്തത് ആ കപ്പലിലെ യാത്രക്കാർക്ക് ഒരു കമ്പനി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കപ്പൽ ജെറൂസലേമിലേക്ക് നീങ്ങുന്നു. ജെറൂസലേമിൽ കപ്പൽ നങ്കൂരമിട്ടു. ജെറൂസലേമിൽ നങ്കൂരമിട്ട കപ്പലിൽ നിന്ന് യാത്രക്കാർ, തീർത്ഥാടകർ ഇറങ്ങി അവർ നേരെ പോകുകയാണ്. നമുക്കറിയാം, ജെറൂസലേമിൽ വിശുദ്ധ നാടുകൾ സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാം, അവിടെ ഒത്തിരിയേറെ വിശുദ്ധ സ്ഥലങ്ങളുണ്ട്. ഈശോ പ്രാർത്ഥിച്ച സ്ഥലമുണ്ട്, ഗെത്സേമനിയുണ്ട്, ഈശോ ആ അന്ത്യ അത്താഴം കഴിച്ച സ്ഥലം, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഹോളി സെപ്പിൾക്കർ. ഹോളി സെപ്പിൾക്കർ എന്ന് പറഞ്ഞാൽ ഈശോയുടെ ശവകുടീരമാണ്, ഈശോയെ അടക്കിയിരുന്ന സ്ഥലം. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഈ കാൽവരിയും ഇതൊന്നും ഇന്ന് വലിയ മലയിലൊന്നുമല്ല. അത് ചരിത്രം പറയുന്നുണ്ട്. അതായത് അന്നത്തെ മലയൊക്കെ ഇടിച്ചത് റോമ ചക്രവർത്തിമാർ ഈ ക്രിസ്തീയ മതത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ കുറേ പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അന്നത്തെ ആ വലിയ മലയൊന്നും ഇന്നില്ല. ഇന്ന് കാൽവരിയും ഈ ഹോളി സെപ്പിൾക്കർ, ഈശോയുടെ ശവകുടീരവും ഒരു ദേവാലയത്തിന് അകത്താണ്. ആ ദേവാലയത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ആദ്യത്തെ നിലയിൽ തന്നെ നമുക്ക് കാണാം ഹോളി സെപ്പിൾക്കർ, ഈശോയുടെ ശവകുടീരം. രണ്ടാമത്തെ, അതിൻ്റെ ഒന്നാം നിലയിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു കുഴി കാണാം, ഈശോയുടെ കുരിശ് നാട്ടിയിരുന്ന സ്ഥലം. അവിടെയായിരുന്നു ഈശോയുടെ കുരിശ്. നമ്മൾക്ക് അവിടെ കൈയിടാം. ആ ഹോളി സെപ്പിൾക്കറിൽ നീണ്ട ക്യൂ ആയിരിക്കും എപ്പോഴും. ഇങ്ങനെ ആളുകൾ കയറാൻ, ഒരാൾ കയറി അകത്ത് കയറി അത് ഇറങ്ങി വന്നതിന് ശേഷം മാത്രമേ അകത്ത് കയറാവുള്ളൂ. അതാണ് ആ ഇന്നത്തെ കാൽവരിയും അല്ലെങ്കിൽ ഈശോയുടെ ശവകുടീരവും എല്ലാം. അവിടെ വന്നു ഈജിപ്തിൽ നിന്ന് വന്ന ആ തീർത്ഥാടകരെല്ലാവരും അവിടെ വന്ന് അവർ നേരെ ഇതിനകത്തേക്ക്, ദേവാലയത്തിനകത്തേക്ക് കയറിപ്പോയി. ഈ സ്ത്രീയും, ഈജിപ്തിലെ മേരി എന്ന് പറയുന്ന ഈ സ്ത്രീയും അവിടെ വന്നു. അവിടെ അതിൻ്റെ ഭൂമുഖത്ത് വന്നപ്പോൾ പെട്ടെന്നൊരു ചിന്ത അവളുടെ മനസ്സിലേക്ക് വന്നു. നിഷ്കളങ്കനായ വിശുദ്ധനായ ദൈവപുത്രൻ്റെ രക്തം വീണ മണ്ണാണിത്. ഇവിടെ കാൽ ചവിട്ടുവാനായിട്ട് എനിക്ക് യോഗ്യതയില്ല. ഞാനൊരു പാപിനിയാണ്. പാപം ചെയ്ത് എത്ര നാളും പാപം ചെയ്ത് ജീവിച്ച എനിക്ക് ഈ മണ്ണിൽ കാലുകുത്തുവാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട്, എന്ന് ചിന്തിച്ചുകൊണ്ട് ആ മുന്നോട്ട് വെച്ച കാല് അങ്ങനെ തന്നെ അവൾ പുറകോട്ടെടുത്തു. അപ്പോൾ അവിടെ ഒരു അത്ഭുതമുണ്ടായി. ഈശോയുടെ തിരുമുഖം അവൾ ദർശിച്ചു. മുൾമുടി ധരിച്ച, രക്തം ധാരധാരയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈശോയുടെ തിരുമുഖത്തിൻ്റെ ഒരു ദർശനം. അവളെ നോക്കിക്കൊണ്ട് ആ ഈശോ പറഞ്ഞു, ആ രക്തമൊലിക്കുന്ന മുൾമുടി ധരിച്ച ഈശോ വിറയ്ക്കുന്ന ചുണ്ടുകളോടെ പറഞ്ഞു, മേരി, ഞാൻ ഈ സഹിക്കുന്നത്, ഈ രക്തമൊലിക്കുന്നതെല്ലാം നിന്റെ പാപത്തിന് പരിഹാരമായിട്ടാണ്. നീ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ടാണ് ഞാനിതെല്ലാം സഹിക്കുന്നത്, ഈ രക്തം ഒഴുകുന്നത്. അതുകൊണ്ട് നീ ശങ്കിക്കേണ്ട, നീ മുന്നോട്ട് പോക്കോ, കയറുക, മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ മുന്നോട്ട് പോയി. ഒരു യാന്ത്രികമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് അവൾക്കറിയില്ലാതെ ഒരു യാന്ത്രികമായിട്ട് അവൾ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോയി അവൾ ആ താഴത്തെ നിലയിൽ നിന്ന് അവൾ നേരെ മുകളിലേക്ക് കയറി ഒന്നാം നിലയിൽ ചെന്ന് അവിടെ ഒത്തിരിയേറെ ആളുകൾ ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അവിടെ ആ കുഴിയിൽ ആളുകൾ ഇങ്ങനെ കൈകൊട്ടിക്കൊണ്ടിരിക്കുന്നു. അവൾ ശാന്തമായിട്ട് ആ മൂലയിലേക്ക്, അതിൻ്റെ മൂലയിലേക്ക് പോയി അവിടെ കൈ വിരിച്ച് പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവളുടെ രണ്ട് കണ്ണുകളിൽ നിന്നും കണ്ണുനീര് ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. മണിക്കൂറുകൾ കടന്നുപോയി, ദിവസങ്ങൾ കടന്നുപോയി. എത്ര മണിക്കൂർ, എത്ര ദിവസമെന്ന് ആർക്കും ഓർമ്മയില്ല, അവൾക്കും ഓർമ്മയില്ല. അവൾ അവിടെ നിന്നിങ്ങനെ പ്രാർത്ഥിച്ചു.
ആ കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. അതിനുശേഷമുള്ള അവളുടെ ജീവിതത്തെക്കുറിച്ച് രണ്ട് തരത്തിലാണ് അവളുടെ ജീവചരിത്രകാരന്മാർ പറയുന്നത്, പല വിധത്തിൽ പറയുന്നത്. ഏതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, നമുക്ക് വിശ്വസനീയമായത്, അവൾ അതിനുശേഷം പോയി ഒരു മഠത്തിൽ പോയി താമസിച്ചു. ഒരു മഠത്തിൽ പോയി താമസിച്ചുകൊണ്ട് അവിടുത്തെ എളിയ ജോലികളെല്ലാം ചെയ്തുകൊണ്ട് അവിടെ അവൾ താമസിച്ചു. അങ്ങനെ 13 വർഷം അവൾ അവിടെ ജീവിച്ചു. 13 വർഷം ജീവിച്ച് ആ മഠത്തിലെ എളിയ ജോലികളെല്ലാം ചെയ്ത് പണി കഴിയുമ്പോൾ അവൾ ദേവാലയത്തിൽ വരും. ഈശോയുടെ മുന്നിൽ പോയി മുട്ടുകുത്തി നിന്നിങ്ങനെ അനുതാപത്തോടി പ്രാർത്ഥിക്കും. വേറെ ഒന്നും ചെയ്തില്ല, അനുതാപത്തോടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ 13 വർഷത്തിന് ശേഷം അവൾ മരണമടഞ്ഞു. ഇന്ന് അവൾ ഈജിപ്തിലെ വിശുദ്ധ മേരിയാണ്. ഈജിപ്തിലെ അൾത്താരയിൽ വണങ്ങപ്പെടുന്ന ഈജിപ്തിലെ വിശുദ്ധ മേരിയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ പാപം എന്തു തന്നെ ആയാലും, എത്രയോ വലിയ പാപം ചെയ്ത മനുഷ്യരാണ് ഇവരൊക്കെ, അവർക്കൊക്കെ ഒരു വിശുദ്ധരാകാമെങ്കിൽ എന്തുകൊണ്ടും നമുക്കായിക്കൂടാ. നമ്മുടെ പാപം എത്ര വലുതാണെങ്കിലും കർത്താവ് നമ്മുടെ പാപം ക്ഷമിക്കും, യാതൊരു സംശയമില്ല. നമ്മുടെ പാപം കർത്താവ് ക്ഷമിക്കും, എത്ര വലുതാണെങ്കിലും. ക്ഷമിക്കില്ല എന്ന് നാം ഒരിക്കലും ചിന്തിക്കേണ്ട. നമ്മുടെ പാപം കർത്താവ് ക്ഷമിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 44-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: നിന്റെ പാപങ്ങൾ, നിന്റെ തെറ്റുകൾ എത്ര തന്നെ, അത് ഞാൻ മഞ്ഞുപോലെ, കാർമേഘം പോലെ നീക്കിക്കളയും, മഞ്ഞുപോലെ ഞാനതെല്ലാം നീക്കിക്കളയും. നിന്റെ തെറ്റുകൾ ഞാനതൊന്നും ഓർത്തിരിക്കില്ല. കർത്താവ് നമ്മുടെ പാപങ്ങൾ ഓർത്തിരിക്കുന്ന ഒരു കർത്താവല്ല. നമ്മുടെ പാപത്തിൻ്റെ ഒരു കണക്ക് പുസ്തകമായിട്ട് അവിടെ നിരിക്കുകയല്ല. അവിടെ നമ്മുടെ പാപങ്ങളെല്ലാം മറക്കും. അതുകൊണ്ട് നമ്മുടെ കഴിഞ്ഞു പോയ പാപങ്ങളെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ട. നമ്മൾ ചിന്തിക്കേണ്ടത് അനുതാപത്തെക്കുറിച്ചാണ്. ശരിയായ അനുതാപം നമ്മുടെ ഹൃദയത്തിൽ നാം ഏറ്റുവാങ്ങുമ്പോൾ നാം ഇതുപോലെ പറയും, അഗസ്തീനോസിനെ പോലെ: ഓ സൗന്ദര്യമേ, നിന്നെ അനുഭവിക്കുവാനായിട്ട്, നിന്നെ അറിയുവാനായിട്ട് ഞാൻ എത്രയോ വൈകിപ്പോയി. നാം ഇങ്ങനെ പറയും വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയെ പോലെ: അവനും അവൾക്കും ഒരു വിശുദ്ധനാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ? എനിക്കും ഒരു വിശുദ്ധനാകാൻ സാധിക്കില്ലേ? ഫ്രാൻസിസ് സേവറിനെ പോലെ ലോകം മുഴുവനും നേടിയാലും എൻ്റെ ആത്മാവ് നശിച്ചാൽ എന്ത് ഫലം? എൻ്റെ ആത്മാവിന് പകരമായിട്ട് എന്ത് കൊടുക്കും? എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ ആത്മാവിൻ്റെ രക്ഷയല്ലേ? ആ ഈജിപ്തിലെ മേരിയോട്, വിശുദ്ധ മേരിയോട് ഈശോ പറഞ്ഞ വാക്കുകൾ ഓർക്കുക: നിന്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് ഞാൻ ഈ രക്തം ചിന്തിയത്, നിന്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് ഞാൻ ഈ സഹനമെല്ലാം സഹിച്ചത്. അതുകൊണ്ട് നീ കടന്നു വരിക, നീ മടിക്കേണ്ട ആവശ്യമില്ല, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ എത്ര വലിയ പാപമാണെങ്കിലും ഈശോ അത് നമ്മളോട് ക്ഷമിക്കും, ഒരു സംശയമില്ല. നമ്മുടെ പാപം എത്ര വലുതാണെങ്കിലും ഈശോ നമ്മളോട് ക്ഷമിക്കും. ആ ക്ഷമ ഏറ്റുവാങ്ങുക, വിശുദ്ധിയുടെ ആനന്ദം സ്വീകരിക്കുക. നമ്മുടെ പാപം ശരിയായി അനുദപിച്ച് നമ്മൾ ഏറ്റുപറയുമ്പോൾ ആ നിമിഷം തന്നെ നല്ല കള്ളന് രക്ഷ കൊടുത്തതുപോലെ എനിക്ക് നിങ്ങൾക്കും എല്ലാം രക്ഷ നൽകും. അപ്പോൾ ആ വിശുദ്ധിയുടെ ആനന്ദം നമുക്ക് കിട്ടും. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ശരിയായ അനുതാപത്തോടു കൂടി പാപങ്ങൾ ഏറ്റുപറയാനുള്ള കൃപ ലഭിക്കുവാൻ വേണ്ടിയിട്ട്, വിശുദ്ധിയുടെ ആനന്ദം ലഭിക്കുവാനുള്ള കൃപ ലഭിക്കുവാനായിട്ട്. നല്ല ദൈവമേ, എന്നെ ശ്രമിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പാപഭംഗിലമായ ജീവിതം നയിച്ചുകൊണ്ട് വിശുദ്ധിയുടെ ആനന്ദം നഷ്ടപ്പെടുത്തിയിട്ടുള്ള മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അനുഗ്രഹിക്കണമേ. അവർക്ക് മാനസാന്തരത്തിന് വരം കൊടുക്കണമേ. അവരനുഭവിക്കുന്ന നിമിഷം തന്നെ അവരുടെ പാപങ്ങൾ അങ്ങ് പൊറുക്കണമേ. അവർക്ക് രക്ഷ കൊടുക്കണമേ. അങ്ങനെ ഫ്രാൻസിസ് സേവറിനെ പോലെ, വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയെ പോലെ, മഗ്ദലന മറിയത്തെ പോലെ ഒരു പുതിയ ജീവിതം, വിശുദ്ധിയുടെ ജീവിതം നയിക്കുവാൻ വേണ്ട കൃപ നൽകണമേ. വിശുദ്ധിയുടെ ആനന്ദം ഈ മക്കൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.